താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. എല്ലാ ഷാലോം TV പ്രേക്ഷകർക്കും ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം കുടുംബങ്ങളിൽ പൂർണ്ണമാക്കാൻ, കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢതരമാക്കാൻ ലൗഡേൽ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കുന്ന അറിയുന്നതിൽ സന്തോഷം. പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന നല്ല പ്രതികരണങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. കുടുംബത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ കുടുംബങ്ങളെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഇവിടെ ഒരുക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മെ സഹായിക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഫ്രാൻസിസ് സാറിനെ സ്വാഗതം ചെയ്യാം. KM ഫ്രാൻസിസ് സാർ നമുക്ക് സുപരിചിതനാണ്. നമ്മുടെ ഈ ലൗഡേൽ ചർച്ചയിൽ ഏറ്റവും കാര്യമായ പങ്ക് വഹിക്കുന്ന പ്രൊഫസർ KM ഫ്രാൻസിസ് സാർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റും വചനപ്രഘോഷകരിൽ പ്രമുഖനുമായിരിക്കുന്ന KM ഫ്രാൻസിസ് മാഷിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. സിസ്റ്റർ നീമ ഗ്രേസ് കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാനുള്ള നിയോഗവുമായി മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിലെ അംഗവുമാണ്. എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഒരുപാട് വർഷങ്ങളായിട്ട് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ്. നമുക്ക് സിസ്റ്ററിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് വിൻസെൻ്റ് ചേട്ടനെയാണ്. മുണ്ടൂർ ഇടവകാംഗം, 21 വർഷത്തെ മതാധ്യാപകൻ, വലിയ കുടുംബത്തിലെ പിതാവ്, 8 മക്കളുടെ അപ്പൻ വിൽസൺ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തിരുക്കുടുംബത്തെക്കുറിച്ചാണ്. തിരുക്കുടുംബം ലോക ചരിത്രത്തെ മാറ്റിമറിച്ച, സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ഈ ജീവിതം സാധ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന തിരുക്കുടുംബത്തെ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിന് എങ്ങനെ മാതൃകയാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് വിഷയമാക്കുക. ഏവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാപ്പ, ഈ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന പുസ്തകത്തിൽ കുടുംബത്തിന് മാതൃകയായിട്ട് നമ്മൾ ആദ്യം കാണിക്കുന്നത് ത്രിത്വൈക ദൈവത്തെയാണ്. ത്രിത്വം സംസർഗമാണ്, കുടുംബം അതിൻ്റെ സജീവ പ്രതിഫലം എന്ന് പാപ്പ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ത്രിത്വത്തെ ഈ ലോകത്തിൽ അവതരിപ്പിക്കാൻ പാടുപെടുന്നവരാണ് ഇന്നത്തെ കുടുംബജീവിതം നയിക്കുന്നവർ. പക്ഷേ ലോക ചരിത്രത്തിനെ മാറ്റിമറിച്ച ഈ ത്രിത്വത്തിൻ്റെ മാതൃകയിൽ ഇന്ന് ഈ ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് തിരുക്കുടുംബം. ഈ തിരുക്കുടുംബത്തിലെ വ്യക്തികളെ നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് ആഴത്തിൽ പരിചയപ്പെടാം. നമുക്കറിയാം, നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കുടുംബനാഥനെ നമുക്ക് പരിചയമുണ്ട്. അത് ആ തീരുമാനങ്ങൾ ഒരു പക്ഷേ ആ തിരുക്കുടുംബത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നതിന് പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പരിചിതനായ നമ്മളുടെ കുടുംബനാഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ എങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ കുടുംബജീവിതത്തിൽ നമുക്കൊന്ന് മാതൃകയാക്കി മാറ്റാനായിട്ട് സാധിക്കുക? വിശുദ്ധ ഔസേപ്പ് പിതാവിന് പരമ്പരാഗതമായി കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലുണ്ട്, ഒരു പേര്, നന്മരണ മധ്യസ്ഥൻ. അപ്പോൾ ഈ പേര് കാരണം പലരുടെയും ധാരണ മരണസമയത്ത് ഉപയോഗിക്കേണ്ട ഒരു നാമമാണ് വിശുദ്ധ ഔസേപ്പിൻ്റെതെന്ന്. പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഔസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്ന 5 or 6 വരികൾ
അത് ഓരോ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒന്നാമത്തെ ഒരു വാചകം ഇങ്ങനെയാണ്, ആ വചനം പറയുന്നത് ഇങ്ങനെയാണ്: മാതാവ് ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ അവൾ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതയാകാതിരിക്കാൻ വേണ്ടി രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു തീരുമാനം എടുത്തു. ഇനി അത് കഴിഞ്ഞ് അപ്പോൾ അവന് ആ തീരുമാനം എടുത്തതിന് ശേഷം ഉറക്കത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ അവൻ തീരുമാനം മാറ്റി, വേറെ തീരുമാനം എടുത്തു. അപ്പോൾ തീരുമാനം എടുക്കുന്നു, തീരുമാനം ദൈവഹിതമനുസരിച്ച് മാറ്റുന്നു, വേറെ തീരുമാനം എടുക്കുന്നു. ഇത്തരം നിസ്സാരമായ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇതിനെന്താ ഇത്ര പ്രസക്തി എന്ന് നമുക്ക് തോന്നാം. ഒരിക്കൽ ഞാൻ ഇപ്പോൾ അടുത്തയിടെ മെത്രാനായി അഭിഷിക്തനായ പാമ്പ്ളാനി അച്ഛൻ ഞങ്ങളുടെ ലൂർദ് പള്ളിയിൽ ഒരു ധ്യാനം നടത്തി. അപ്പോൾ അദ്ദേഹം ഔസേപ്പിതാവിനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഈ പറഞ്ഞ വചനത്തെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഭാര്യയുടെ കുറവ് സമൂഹം അറിയാതിരിക്കാൻ ബദ്ധശ്രദ്ധനായിരിക്കുന്ന ഒരു ഭർത്താവ്, ഈ മറയായിത്തീരുന്ന ഭർത്താവ്. ഈ ഒരൊറ്റ വാചകത്തെ മാത്രം എടുത്ത് ജീവിതത്തിൽ പരിശോധിച്ചാൽ 10,000-കണക്കിന് പ്രശ്നങ്ങളുടെ ഉത്തരമാണ് അതിനകത്ത് കിടക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുക? വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യയുടെ ഒരു കുറവ്, ചിലപ്പോൾ എൻ്റെ ഭാര്യ എനിക്കിഷ്ടമില്ലാത്ത വല്ലതും ചെയ്താൽ ഞാൻ അവളുടെ കുറവിനെ മൂടി വയ്ക്കുമോ, അതോ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയുമോ? 99% കുടുംബങ്ങളിലുണ്ടാകുന്ന കലഹത്തിൻ്റെ വേര് ഈ മക്കള് അവർക്കുണ്ടാകുന്ന വേദനകളെ ഭർത്താവിനെ ഭാര്യയും ഭാര്യയെ ഭർത്താവും സംരക്ഷിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അല്ല, ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കുടുംബങ്ങളൊക്കെ ശ്രദ്ധയോടെ കാര്യമാണ്. അതായത് കുറവിനെ നമ്മളൊന്ന് മറയായിട്ട് നിൽക്കണം. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യയ്ക്ക് ഭർത്താവും മറയായി നിന്നുകൊണ്ട് ഭാര്യയുടെ കുറവിനെ തീർക്കുന്ന ഭർത്താവും ഭർത്താവിൻ്റെ കുറവിനെ തീർക്കുന്ന ഭാര്യയും. ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ ജീസസ് യൂത്തിൻ്റെ ആനിമേറ്റർ അച്ഛൻ അബ്രഹാം പള്ളിവാതിക്കൽ നിന്ന് അച്ഛൻ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഷെയർ ചെയ്ത ഒരു ലീഫ്ലെറ്റ് ഇങ്ങനെയായിരുന്നു. മറ എന്നാണ് അതിൻ്റെ ഹെഡിങ്. മറ എന്ന് പറഞ്ഞാൽ കുടിച്ച് ബോധമില്ലാതെ ഭർത്താവിനെ ആളുകൾ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് വളരെ ഈ ഭാര്യ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ഈ കൂടെ വന്നവർ പറയാം, എന്നും ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഭാര്യ പറയാണ്, എന്നും ഇങ്ങനെയൊന്നും അല്ല, അത് വളരെ വല്ലപ്പോഴും സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ ഭാര്യ ആ ആളുകളുടെ മുൻപിൽ വെച്ച് ഭർത്താവിന് മറയായിത്തീരുന്നൊരു അനുഭവം, അതിൻ്റെ ഒരു ലീഫ്ലെറ്റ് ഒരു അച്ഛൻ പള്ളിവാതിക്കൽ അച്ഛൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത ഒരു സംഭവം. ഈ വിവാഹത്തിന്റെ ആദ്യ നാളുകളൊക്കെ നമ്മളത് ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒറ്റ കാര്യം, അപ്പോൾ ഭർത്താവോ ഭാര്യയോ പരസ്പരം കുറ്റങ്ങൾ കൂട്ടുകാരോടോ മറ്റാരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ മാതൃക. രണ്ടാമത്തെ മാതൃക എന്ന് പറഞ്ഞാൽ ഇത് എവിടേക്കൊക്കെ ഇതിന് അപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചത്. ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആലോചിക്കുകയാണ്. ഒരിക്കൽ എൻ്റെ ലൂർദ് പള്ളിയിൽ എനിക്ക് 22 വയസ്സുള്ളപ്പോൾ വികാരി അച്ഛനായി വന്നത് അന്തരിച്ചു പോയ മോൺസിഞ്ഞോർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി അച്ഛനാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു സ്വഭാവമുണ്ട്, എന്താ, വലിയ ആളാവാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഒന്ന് വലുതാക്കുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ചെന്ന് അച്ഛനോട് പറഞ്ഞു, ഫ്രാൻസിസ് വിചാരിക്കുന്ന പോലത്തെ ആളല്ല, ആളുടെ പഴയകാല ജീവചരിത്രം പരിശോധിച്ചാൽ പള്ളിയിൽ കയറ്റാൻ പറ്റില്ല. അന്ന് മുതൽ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവനെ പുറത്താക്കുകയും എന്നെ അകത്താക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഈ ഒരു സ്വഭാവം ഇന്നും പള്ളികളിലും രൂപതകളിലും സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഡിഫൈമേഷൻ എന്ന് പറയുന്നത് ഒരു കൊലപാതകത്തിന് തുല്യമാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഞാൻ വേറൊരാളുടെ കുറ്റം വേറൊരാളോട് പറഞ്ഞാൽ അത്
കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള കുറ്റമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അപ്പോൾ ഔസേ പിതാവ് ഒരു തെറ്റ്, അതായത് നിലവിലുള്ള സമ്പ്രദായത്തിന് വിരുദ്ധമായ ഒരു കാര്യം, ആള് അത് മൗനിയായി എന്ന് പറഞ്ഞാൽ മാതാവ് ചെയ്യുന്ന അതേ പണിയാണ്, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് ഒരു വലിയ പുണ്യമാണ്. സാറത് പറഞ്ഞപ്പോൾ ഓർക്കാം, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ടെസ്റ്റ് ചേച്ചിയും ബോബച്ചൻ ചേട്ടും, അവർക്ക് അങ്ങനെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വലിയൊരു ക്രൈസിസിൽ കൂടെ അവർ കടന്നുപോയി, കടബാധ്യത ഒന്നും, എല്ലാവരുടെ സ്വത്തുക്കൾ, എല്ലാം ഒരു വക്കീലാണ്, പക്ഷെ എല്ലാം തകർന്നു, വലിയ കോടികളുടെ കടം വന്ന് ഉള്ള സ്വർണ്ണമൊക്കെ ഊരി വിൽക്കേണ്ടി വന്നു ചേച്ചിക്ക്. പക്ഷേ ചേച്ചി പറയാ, ഞാൻ അവരുടെ ഒരു ഷെയറിങ് കേട്ടതാണ്, ഒരിക്കൽ പോലും ചേച്ചി ഈ കുറവുകൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഭർത്താവിൻ്റെ ഒരുപാട് കുറവുകളിലൂടെയാണ് ഇത് സംഭവിച്ചത്, പക്ഷെ ഒരിക്കൽ പോലും ഇത് വീട്ടിൽ ചെന്ന് പറയാതെ അതിങ്ങനെ സംരക്ഷിച്ചു പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യ നാളുകളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ആദ്യ നാളുകളിലുള്ള ആ കുറേ വ്യത്യസ്തതകൾ നമുക്ക് ഈ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെയുള്ള പരസ്പരമുള്ള കുറവുകളെ ഒന്ന് മറയായിട്ട് നിൽക്കാനായിട്ട് ശരിക്കും പറ്റും. പ്രത്യേകിച്ച് കാര്യം ചെയ്യേണ്ടത് ഭർത്താക്കന്മാരാണ്. കാരണം ഈ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഭാര്യമാര് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താവിനെതിരെ ഒരു കാര്യം പറയുന്നതോ ചെയ്യുന്നതോ ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മയോട് പറഞ്ഞാൽ അമ്മമാർക്ക് അത് സഹിക്കാൻ പറ്റാതെ മരുമക്കളോട് ആജീവനാന്ത ശത്രുത പുലർത്തുന്ന അനേകം അനുഭവങ്ങളുണ്ട്. ഇവിടെ ഭർത്താക്കന്മാരെ ഔസേ പിതാവിനെ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക്. പല കുടുംബങ്ങളിലും ഇന്ന് ഈ ഒരു മറയായിത്തീരുന്ന ഔസേ പിതാവിൻ്റെ ഈ ഒരു റോൾ പല ഭർത്താക്കന്മാരും ഏറ്റെടുത്താൽ തന്നെ കുറേ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ് നമ്മൾ. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങളാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഔസേ പിതാവ് നമ്മുടെ മുൻപിൽ മാതൃകയായിരിക്കുന്നത് അധ്വാനത്തിൻ്റെ ഒരു ഇതായിട്ടാണ്, നമ്മൾ തൊഴിലാളി മധ്യസ്ഥനായിട്ടാണ് ഔസേ പിതാവിനെ കാണുന്നത്. ദാരിദ്ര്യ ജീവിതത്തിലാണ് അദ്ദേഹം. ഞാൻ പലപ്പോഴും വിൽസൺ ചേട്ടനെ ഓർക്കാറുണ്ട്. വിൽസൺ ചേട്ടൻ ഇടവകയിൽ തിരുക്കുടുംബത്തിൻ്റെ ടാബ്ലോയിൽ ഔസേ പിതാവിൻ്റെ റോള് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. തിരുക്കുടുംബത്തിൻ്റെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ലൈവ് പുൽക്കൂടിൽ മിക്കവാറും ഔസേ പിതാവായിട്ട് അഭിനയിക്കാനുള്ള യോഗം എനിക്ക് തോന്നുന്നാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിൽസൺ ചേട്ടൻ്റെ ജീവിതത്തിൽ ഈ ഔസേ പിതാവിനോടുള്ള ഔസേ പിതാവിൻ്റെ മാതൃക എത്രത്തോളം അധ്വാനത്തിലും ഒക്കെ ഒത്തിരി രാത്രികളിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബം പൊറ്റുന്ന ഒരാളാണെന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഔസേ പിതാവിൻ്റെ മാതൃക ഒരു ബലമായിട്ടുള്ളതെന്നൊന്ന് പങ്കുവയ്ക്കാം. എനിക്ക് മാതാവ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ ഔസേ പിതാവ് തന്നെയാണ്. ഔസേ പിതാവിൻ്റെ ജീവിതത്തിൽ അധ്വാനത്തിന് വളരെയധികം വില കൊടുത്തിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ തളരുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. തളരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹൃദയരോഗിയാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ രോഗാവസ്ഥയെ ചിലപ്പോൾ എന്നെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെയുണ്ട്. എങ്കിലും അധ്വാനിക്കാതെ എൻ്റെ കുടുംബം മുന്നോട്ട് പോകാനായിട്ടുള്ള അവസ്ഥയില്ല. അത് കാരണം കൊണ്ട് നമുക്ക് അധ്വാനിച്ചേ പറ്റൂ. പലപ്പോഴും എൻ്റെ ഹൃദയത്തിന് വേദനകൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും മഞ്ഞുകാലം തുടങ്ങുമ്പോൾ ഈ ഹാർട്ടിന് വേദന തുടങ്ങും. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ പണി സമയം ഉച്ചതിരിഞ്ഞിട്ടുള്ള 6 മണി മുതൽ 11 മണി 12 മണി വരെയുള്ള സമയമാണ്. ആ സമയത്ത് നമുക്കൊരു വിശ്രമം കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ ഞാൻ വിശ്രമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എങ്ങനെയായി തീരും? നമ്മുടെ കുടുംബത്തിൻ്റെ ഏക ഒരു വരുമാനം ഞാൻ ചെയ്യുന്ന ആ തട്ടുകട വരുമാനം തന്നെയാണ്. ആ വരുമാനം നമ്മൾ അലസത കൊണ്ട് അല്ലെങ്കിൽ രോഗത്തിൻ്റെത് കൊണ്ടാണ് നമുക്ക് ഒരു അലസത തോന്നിയാൽ പോലും നമ്മൾ അലസനായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം നിൽക്കും. നമ്മുടെ കുടുംബത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഔസേ പിതാവിനെ ചിന്തിക്കാം. ഔസേ പിതാവ് തീർച്ചയായിട്ടും അധ്വാനത്തിൻ്റെ ഒരു മധ്യസ്ഥനും കൂടിയാണ്. അപ്പോൾ ആ അധ്വാനത്തിൻ്റെ ആ ഫലം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ കുറേയൊക്കെ വളരെയധികം മൂല്യം തമ്പുരാനിൽ നമ്മുടെ ഈ അധ്വാനത്തിന് വളരെയധികം മൂല്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ആ സമയത്തുണ്ടാവും. ആ ഒരു ബോധ്യം, അതായത് നമ്മുടെ അധ്വാനത്തിന് നമ്മൾ എത്ര ബുദ്ധിമുട്ടായാലും ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ വിഷമിച്ചാലും നമ്മൾ ചെയ്യുന്ന അധ്വാനം നമ്മുടെ കുടുംബത്തിന് അത് നമ്മുടെ കുടുംബ ജീവിതത്തിന് വലിയൊരു കാര്യമാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് ആ രീതിയെ കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ യുവതലമുറ എനിക്ക് തോന്നുന്നത് ശരിക്കും ഔസേ പിതാവിനെ കൂടുതൽ ധ്യാനിക്കണത് തോന്നുന്നത്. കാരണം ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എളുപ്പവഴിയിൽ കൂടെ ഒരു സമ്പാദിക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ്. റെസ്റ്റ് എടുക്കുക കുട്ടികളിൽ പോലും. ശരിക്കും തിരുക്കുടുംബം എന്ന് പറഞ്ഞാലേ പുൽക്കൂട്,
നമ്മൾ പുൽക്കൂട് തുടങ്ങിയ ദാരിദ്ര്യം ഇവിടെ ആബേലച്ചൻ്റെ കവിതയിലുണ്ട്. പുൽക്കൂട് മുതൽ തുടങ്ങുന്ന ദാരിദ്ര്യം കുരിശുമരണം വരെയാണ് തുടരുന്നത്. അപ്പോൾ വളരെ പരിമിതമായ അവസ്ഥയിൽ ജീവിച്ച് വിജയിച്ച് മകനെ വളർത്തിയുണ്ടാക്കി. ഇപ്പോൾ ആൾക്കാർ മക്കളെ വളർത്തണ പോലെയല്ല വളർത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കണം. അപ്പോൾ ഈ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പുണ്യം, ആ പുണ്യം സഭാവിശ്വാസം അനുസരിച്ച് യേശുവിൽ ഒന്നായി തീർന്നാൽ ഔസേപ്പിതാവിൻ്റെ പുണ്യം ഔസേപ്പിതാവിനെ ഏറ്റുപറയുമ്പോൾ നമുക്കും കിട്ടുകയാണ്. ഞാൻ വിളിച്ചേടെ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ അലസനായിരുന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കേട്ട ഒരു ക്ലാസ്സിൽ പറയായിരുന്നു, ഒരു ഇന്നത്തെ യുവജനങ്ങൾ ചിലപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുതൽ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ കേട്ടു. അപ്പം ആ ഒരു സമയത്താണ് ശരിക്കും നമുക്ക് ഈ ഔസേപ്പിതാവിൻ്റെ സ്ഥിരത, ആ ഒരു അലസതയില്ലാതെ കുടുംബത്തെ പോറ്റാനുള്ളൊരു നമുക്ക് വരുന്നൊരു സാഹചര്യങ്ങൾ. തിരുക്കുടുംബ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത്, വീട്ടിൽ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഈശോ മറിയ ഔസേപ്പെ എനിക്ക് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പഴയ വീടുകളിലൊക്കെ കാരണവന്മാർ ചൊല്ലിയിരുന്നൊരു സുഹൃദേവമാണ് ഈ തിരുക്കുടുംബത്തോടുള്ളൊരു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്ന മരണത്തിൻ്റെ സമയത്തും നമ്മൾ അത് ഏറ്റുചൊല്ലാറുണ്ട്. അല്ല, അത് നമ്മൾ അവസാനം ഇപ്പം മരണത്തിൻ്റെ സമയത്ത് മാത്രം എന്ന അവസ്ഥയിലേക്ക് മാറി. ഇത് ജീവിതത്തെയും ചരിത്രത്തെയും തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ഇത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പണിക്ക് പോകുമ്പോൾ തന്നെ സൈക്കിളിന്മേൽ കയറിയാൽ എൻ്റെ പണിസ്ഥലത്ത് എത്തുന്ന വരെയുള്ള എൻ്റെ സുഹൃത്ത് അപ്പം ഈശോ മറിയ ഔസേപ്പെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നാണ്. ഈശോ മറിയ ഔസേപ്പെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്നാണ്. അത് പണിസ്ഥലത്ത് എത്തുന്നവരെ ആ സുഹൃദേവം ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത് വലിയൊരു ആശ്വാസമാണ് നമ്മുടെ പണിസ്ഥലത്ത്. അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരം നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡും ഭക്ഷണങ്ങൾ സാധാരണ കഴിക്കാൻ വരും മദ്യപിച്ചിട്ടൊക്കെയുള്ള ആളുകളാണ്. പലപ്പോഴും അവിടെ നമുക്കൊരു സംരക്ഷണം കിട്ടാറുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ആ തട്ടുകട വളരെയധികം തമ്പുരാൻ്റെ ഒരു പരിപാലനയുള്ളൊരു തട്ടുകടയാണെന്ന് പറയാറുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ആ പ്രാർത്ഥന, തിരുകുടുംബത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുക. ഈശോ സിസ്റ്ററിന് ശരിക്കും പറയാൻ പറ്റുമായിരിക്കും അല്ലേ? കാരണം നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിലും സമൂഹത്തിലൊക്കെ ഈ ഒരു തിരുക്കുടുംബത്തിന്റെ ഒരു സാന്നിധ്യവും സാമീപ്യവും ഒക്കെ എങ്ങനെയായിരിക്കും ഒരു അനുഭവത്തിലൂടെ. ഒരു തിരുക്കുടുംബ സന്യാസിനി എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളും കൂടിയാണ്. തിരുക്കുടുംബത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരെന്ത് ആവശ്യത്തിന് പുറപ്പെടുമ്പോഴും ഈശോ മറിയ ഔസേപ്പെ കാത്തോളണേ, നിങ്ങളിൽ ഞങ്ങൾ കയ്യാളിക്കുന്നു, ഈ സുഹൃദേവൻ ചൊല്ലാതെ അവർ ഒരു കാര്യം പോലും തുടങ്ങാറില്ല. രാവിലെ എഴുന്നേറ്റുള്ള പുലർച്ചെ പ്രാർത്ഥനയിൽ തിരുക്കുടുംബത്തിനോടുള്ള ലുത്തിനിയോട് കൂടിയാണ് അവർ തുടങ്ങുന്നതും പിന്നീട് ജപമാല ചൊല്ലുന്നതും. ഞങ്ങൾ ഉറക്കത്തിലാണെങ്കിലും പകുതി മയക്കത്തിലൊക്കെ അത് കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും യാചിക്കുന്നൊരു ശീലം കാരണവന്മാർ മുതലേ നമുക്കുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ കേരള സഭയിലെ വിശുദ്ധരായ ചാവറ പിതാവ്, ഞങ്ങളുടെ തന്നെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകയും കൂടിയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മ, ഇവർ രണ്ടുപേരും തിരുക്കുടുംബത്തിൻ്റെ മുഴുവൻ തിരുക്കുടുംബത്തിൻ്റെ ശക്തിയും ആവഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ആൾക്കാരായിരുന്നു. മറിയം ത്രേസ്യാമ്മയെ കുറിച്ച് പറയുമ്പോൾ ഏത് പ്രലോഭനത്തിൻ്റെ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ഈശോ മറിയ ഔസേപ്പിൻ്റെ സംരക്ഷണം തേടിയിരുന്നതായിട്ട് നമുക്ക് അമ്മയുടെ ചരിത്രത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. അന്നൊന്നും തിരുക്കുടുംബത്തിൻ്റെ പേരിലൊരു സന്യാസിനി സമൂഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് വിധേയത്തിൽ പിതാവും അന്നത്തെ മെനാച്ചേരി പിതാവും മാതാവിൻ്റെ ഏതെങ്കിലും ഒരു സന്യാസിനി സമൂഹം രൂപപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോഴും മെനാച്ചേരി പിതാവിലൂടെ വീണ്ടും ദൈവം പ്രചോദിപ്പിച്ചിട്ടാണ് തിരുക്കുടുംബത്തിൻ്റെ പേരിലാവട്ടെ, കാരണം മറിയം ത്രേസ്യയെ ഇന്ന് വരെ വഴി നടത്തിയതെല്ലാം തിരുക്കുടുംബമാണ് പ്രത്യക്ഷപ്പെടുന്നതും ആശ്വസിപ്പിക്കുന്നതും. കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് സിസ്റ്റർ പറയുന്ന സീനുകൾ, പൈശാചിക പ്രലോഭനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ തിരുക്കുടുംബം ഒന്നിച്ചു വന്നാണ്. ചിലർക്ക് ഔസേപ്പിതാവ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഉണ്ണീശോ ഒറ്റയ്ക്ക്, മാതാവ് ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയം ത്രേസ്യാമ്മയ്ക്ക് എപ്പോഴും തിരുക്കുടുംബം ഒന്നിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നതും ദർശനം കൊടുക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു ചൈതന്യം മറിയം ത്രേസ്യാമ്മയിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. തിരുക്കുടുംബം ഒന്നിച്ചു വന്ന് സംരക്ഷിക്കുന്ന ഒരവസ്ഥ. ജീവിതത്തിലെ ഈ പ്രതിസന്ധികളിൽ തിരുക്കുടുംബം നൽകുന്ന സംരക്ഷണവും തിരുക്കുടുംബം നൽകുന്ന ആശ്വാസവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ പറയുകയായിരുന്നു. നമ്മൾ ഒരു വീഡിയോ കാണുകയാണ് ഈ സമയത്ത്.
ദൈവത്തിൽ ആശ്രയിച്ച്, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് തൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബനാഥൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ വേളയിൽ ശ്രദ്ധിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുക. ഞങ്ങളുടെ കല്യാണം 2000 മെയ്യിലാണ്, മെയ് 10th കഴിഞ്ഞത്. ആ കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമൊന്നും അതിന് പ്രഗ്നൻസി ആവാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലോണം കുഞ്ഞുങ്ങൾ വേണം എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് ഏറ്റവും ആദ്യം പ്രഗ്നൻസി ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടും പ്രഗ്നൻസി ആവാണ്ടായപ്പോൾ ഞങ്ങൾ പൊട്ടക്കലച്ഛനെ പോയി കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ തന്നു, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ തമ്പുരാൻ എല്ലാം ശരിയാവും. അതിനുശേഷം പിറ്റത്തെ മാസം പ്രഗ്നൻസായി കർത്താവിൻ്റെ വലിയൊരു കൃപ എന്ന് പറയാം. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പ്രഗ്നൻസി സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ, ഒരിക്കൽ യൂറിൻ പോകാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു, 10 മിനിറ്റിനുള്ളിൽ ആൾക്ക് യൂറിൻ പോയി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒഴിവായി. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് പ്രഗ്നൻസി അവസ്ഥയിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് ഈ അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്ത് ചൂണ്ടൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ ചൂണ്ടൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് കുട്ടി ലേബർ റൂമിൽ പകുതി പുറത്തേക്കായി, ഇനി യാതൊരു രക്ഷയില്ല, പെയിനില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടർ വളരെ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ ചൂണ്ടൽ ഹോസ്പിറ്റലിൽ ഉള്ളൊരു ചാപ്പലിൽ പോയി അവിടെ ഇരുന്ന് ആവശ്യപ്പെടുന്ന നാമത്തിലുള്ള ഹോസ്പിറ്റലാണത്. ഞാൻ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, മാതാവ് നിൻ്റെ വയറ്റായിട്ടായിരുന്നു നിന്നത്, ഔസപിതാവല്ലേ, ഡേയ്സിയുടെ അടുത്തേക്ക് ഇപ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, നേഴ്സും പിന്നെ അടുത്ത് നിൽക്കുന്ന വെള്ള ചേച്ചിയും എന്ന് പറഞ്ഞു പ്രസവിച്ചു, ആൺകുട്ടിയാന്ന് പറഞ്ഞു. അത് വലിയൊരു അനുഭവമാണ്. ലേബർ റൂമിൽ അന്ന് പെയിനായിട്ട് കിടക്കുമ്പോൾ 2 സെക്കൻഡ്, അപ്പോൾ ഡോക്ടർമാരങ്ങനെ വന്നു പോവും, ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിക്കും, അപ്പോൾ ഇനി സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് പിന്നെ വന്ന് നോക്കിയപ്പോൾ ആകെ പ്രശ്നമായി. ആകെ 1 സെക്കൻഡ് കൊണ്ട് ആകെ പ്രിപ്പറേഷൻ ചെയ്യലും തിയേറ്ററിൽ ഒപ്പിടാനായിട്ട് ആളെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി. ഇത്രയും സീരിയസ് സമയത്ത് ആൾ പുറത്തില്ലല്ലോ, എവിടെ പോയാണോ, അത്രയ്ക്കും ദേഷ്യമൊക്കെ എനിക്ക് വന്നു. അപ്പോൾ ചേച്ചിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൊണ്ട് ഓണ സമയത്തൊക്കെ ഞാൻ വേദനയിലെ ഇടയിലും ഞാൻ ആളെ നോക്കുകയാണ്, ചേട്ടൻ നോക്കും, എവിടെ കാണാനില്ലല്ലോ, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിയേറ്ററിൽ പോയി അനസ്തേഷ്യ കൊടുക്കാനായിട്ട് അനസ്തേഷ്യ ഡോക്ടർ വന്നു. കൊടുക്കണ സമയത്ത് അനസ്തേഷ്യ ഡോക്ടർ ചോദിച്ചു, വല്ല ബുദ്ധിമുട്ടുണ്ടോ, ശ്വാസം മുട്ട്? അപ്പോൾ എനിക്ക് വേദനയോട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സെക്കൻഡ് കൊണ്ട് വേദന വരുന്നുണ്ട് ഡോക്ടർ, എനിക്ക് വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞ്, വേദനയില്ല, എനിക്ക് എന്താ പറയുക, പ്രസവിക്കാനുള്ളൊരു ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ തന്നെ ടേബിൾ കൊടുക്കാൻ സൈഡിലേക്ക് മാറ്റി ഞാൻ അങ്ങനെ അവിടെ ഡെലിവറി ആയി. നല്ല ആൺകുട്ടീന് 3,800 ഉണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആയിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നീടാണ് പറയുന്നത്, ഞാൻ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ ഇങ്ങനെ നോർമലാവാൻ കാരണം. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഈ തിരുക്കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെയും ഔസപിതാവിൻ്റെയും ഒരു വലിയ സംരക്ഷണം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും നിരവധിയായ വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനും അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാനും ഒക്കെയുള്ള പ്രലോഭനങ്ങൾ ധാരാളമായി കുടുംബങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിൽസൺ ചേട്ടൻ 8 മക്കളുടെ അപ്പച്ചനാണ്. ഈ ഓരോ മക്കളുണ്ടാകുമ്പോൾ ഇതുപോലെ ലോകമോ മറ്റ് പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ആ ജീവൻ സംരക്ഷിക്കാനായിട്ട് ആ തീരുമാനമെടുക്കാൻ എങ്ങനെയാണ് വിൽസൺ ചേട്ടന് സാധിച്ചത് എന്നൊന്ന് പറയാമോ? ഞാൻ എൻ്റെ 2ാമത്തെ കുഞ്ഞുണ്ടാവുന്നത് വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ 3 തൊട്ട് തുടങ്ങി ഇനി നിർത്തുന്നില്ലേ, അതായത് കുടുംബാസൂത്രണ മാർഗങ്ങൾ വളരെ സന്തോഷപൂർവ്വം ജനങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി. അതിന് 4ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരാൾ കൃത്യമായിട്ടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഈ കുടുംബാസൂത്രണ മാർഗങ്ങൾ ദൈവം നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവന്നു. അതായത് ഇന്നത്തെ ലോകം കണ്ടമാനം ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാൻ ദൈവം തന്നൊരു അനുഗ്രഹമാണ് കുടുംബാസൂത്രണ മാർഗം എന്നുള്ളൊരു ചിന്ത കൊണ്ടുവന്നു. ഈ ചിന്ത കൊണ്ടുവന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്തയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ 18ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ടൊരു വചനം പറയുന്നുണ്ട്. ദൈവം നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ നീ അവിടുത്തെ ദുരാചാരങ്ങളൊന്നും അനുഷ്ഠിക്കരുത്,
എന്ന് പറയുന്ന. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ലോകത്തിൽ ദൈവം തരുന്ന ഈ ദേശത്ത് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ദുരാചാരം കുടുംബാസൂത്രണ മാർഗ്ഗങ്ങളാണ്. ആ ദുരാചാരം നീ ഒരിക്കലും അനുഷ്ഠിക്കരുത് എന്ന് കൃത്യമായിട്ടും തരുന്ന ആ സന്ദേശത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇനിയും ദൈവം നൽകുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ പിതാവ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ദൈവം ഉത്തമമായിട്ടുള്ള മാതാപിതാക്കൾ ദൈവം തരുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാൻ തക്കവണ്ണം അത്രമാത്രം ദൈവത്തോട് കൂറുള്ളവരായിരിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വളരുകയും തുടർന്നുള്ള കാലഘട്ടത്തിൽ ദൈവം ഈ കുടുംബാസൂത്രണ മാർഗത്തെ അപ്പാടെ ഞാൻ തള്ളിക്കളയുകയും ദൈവം നൽകുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാനുള്ള ഒരു സന്മനസ്സ് കാണിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ എന്നെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ചില വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങ്ങളിലൂടെ അവർ പറഞ്ഞു, ബിൻസേട്ടൻ ഞങ്ങൾക്ക് മാതൃകയല്ല എന്നുള്ളൊരു രീതിയിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സ് ഉരുകി. സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ നിരന്തരമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഇത് ശരിയാണോ? അപ്പോൾ കുടുംബത്തിൽ നിന്ന് ചെറിയൊരു പ്രയാസങ്ങൾ, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് പ്രതിസന്ധികൾ, അതുപോലെ തന്നെ ലോകത്തിൽ നിന്ന് വിത്തുകാള എന്ന് പറയുന്ന രീതിയിൽ വരെ എന്നെ ചിത്രീകരിച്ച സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. വിത്തുകാള എന്ന് പറയുന്ന ഈ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ആ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമേ നീ എനിക്ക് ഉത്തരം തരണം, ഞാൻ ഇനിയും മക്കളെ സ്വീകരിക്കണോ എന്നുള്ള ചോദ്യത്തിന് ദൈവം എനിക്ക് തന്ന ഉത്തരം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ നിന്ന് പറയുന്ന ഭൂരിപക്ഷത്തോട് ചേർന്ന് നിന്ന് നീ തിന്മ ചെയ്യരുതെന്ന് തന്നെയാണ്. അതായത് കുടുംബാസൂത്രണ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചോ നീ ഒരു കാരണവശാലും കുടുംബത്തിന് കളങ്കം വരുത്തി തീർക്കരുത് എന്നുള്ള വലിയ സന്ദേശം ഭൂരിപക്ഷത്തോട് ചേർന്ന് ഭൂരിപക്ഷം നിന്നെ അതുപോലെ തന്നെ കാണുകയുള്ളൂ. എങ്കിലും നീ ഭൂരിപക്ഷത്തോട് ചേർന്ന് നിന്ന് തിന്മ ചെയ്യരുത് എന്നുള്ള വലിയൊരു സന്ദേശം സ്വീകരിക്കുകയും അതിനുശേഷം ഒരിക്കലും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിട്ടുമില്ല. ദൈവത്തിൻ്റെ തീരുമാനത്തിന് അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ നാട് ഓടുമ്പോൾ നടുവേ ഓടരുത്, നിനക്ക് കൃത്യമായ തീരുമാനം വേണം. കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടിയിരുന്നെങ്കിൽ മാതാവിനെ തീർച്ചയായും ഉപേക്ഷിച്ചേനെ എന്നുള്ളത് യാതൊരു സംശയവും ആവശ്യമില്ല. നമുക്ക് ഈ ചർച്ചകൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മൾ ഔസേപ്പിതാവിൻ്റെ ധ്യാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഔസേപ്പിതാവിനെ കുറിച്ചുള്ള ധ്യാനം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ചിന്തിച്ചത് ഔസേപ്പിതാവ് തൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും മറയായിരുന്നു. അവൾ മറ്റുള്ളവർ മുന്നിൽ അപമാനിതയാകരുതെന്ന് ഔസേപ്പിതാവ് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ മാതൃകയാണ് ഔസേപ്പിതാവ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അധ്വാനിക്കാൻ, കുടുംബം പോറ്റാൻ, അത് എൻ്റെ കടമയാണെന്ന് ഔസേപ്പിതാവ് നമുക്ക് മാതൃക നൽകി. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേട്ടതുപോലെ ജീവനെ അതിൻ്റെ ഏത് ഘട്ടത്തിലും ജീവൻ്റെ സംരക്ഷകരായിരിക്കണം. അതിനുവേണ്ടി മറ്റ് ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ, ലോകം മുഴുവനും എതിരായാലും ജീവൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ള ഈ തീരുമാനം തീർച്ചയായിട്ടും നമ്മൾ ഈ എപ്പിസോഡിൽ തിരുക്കുടുംബ ധ്യാനം നമ്മൾ തുടർന്ന് അടുത്ത എപ്പിസോഡിലേക്ക് അതിൻ്റെ ചർച്ചകളുമായി മുൻപോട്ട് പോകുന്നു. നമ്മൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് വിശുദ്ധ തിരുക്കുടുംബ ധ്യാനം നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു. ഈ തിരുക്കുടുംബ ധ്യാനത്തിൻ്റെ മറ്റ് ചിന്തകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ തിരുക്കുടുംബം നമ്മെ സ്നേഹത്തിൽ കൂടുതലായി വളർത്തട്ടെ.